Hello everyone, welcome to my channel Nosh Blends. It's Jomol here. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. മിൽക്ക് Panna Cotta ആണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. So come, let's get started. Panna Cotta ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ലിറ്റർ മിൽക്ക്, അതായത് 2 പാക്കറ്റ് പാല്, 10 ഗ്രാം ചൈന ഗ്രാസ് ചെറിയ പീസാക്കി 2.5 കപ്പ് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഷുഗർ, 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എസൻസ് ഹാഫ് ടീസ്പൂൺ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു സ്റ്റവിൽ മിൽക്കും മറ്റേതിൽ ചൈന ഗ്രാസും വെച്ചിട്ടുണ്ട്. മിൽക്ക് ബോയിൽ ചെയ്യണം. ചൈന ഗ്രാസ് ക്രിസ്റ്റൽ ക്ലിയർ ആവണം. ഇപ്പോൾ മിൽക്ക് ബോയിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുക. മിൽക്ക് ആൻഡ് ചൈന ഗ്രാസ് മിക്സ് ചെയ്യുന്ന പ്രോസസ്സ് സെയിം ടൈം ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം. ഇപ്പോൾ ചൈന ഗ്രാസും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബോയിൽഡ് മിൽക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ശരിക്കും മിക്സ് ചെയ്യുക. ഗ്ലാസ് കണ്ടെയ്നേഴ്സിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാവുന്നതാണ്. ഇപ്പോൾ ഉണ്ടാക്കിയ മിക്സ് ഞാൻ ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. Panna Cottയ്ക്ക് ഞാൻ ടീ കപ്സിലാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മിക്സ് കൂളായതിന് ശേഷം സെറ്റാകുന്നതിന് വേണ്ടി 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ തണുപ്പിക്കാൻ വയ്ക്കാം. Panna Cottയുടെ കൂടെ സെർവ് ചെയ്യുന്ന പൈനാപ്പിൾ ടോപ്പിംഗ് റെഡിയാക്കാം. ഇതിനായി ഞാനിവിടെ ഒരു ചെറിയ പൈനാപ്പിൾ എടുത്തു. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ അരിയുന്നത് നിങ്ങൾക്ക് നൈഫോ ഫുഡ് ചോപ്പറോ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ പൈനാപ്പിൾ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ ഫുഡ് ചോപ്പർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ പൈനാപ്പിളിന് ഞാൻ 1 കപ്പ് ഷുഗർ എടുത്തു, 1 കപ്പ് വാട്ടർ എടുത്തു. പാൻ ചൂടായതിന് ശേഷം 1 കപ്പ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ മെൽറ്റായതിന് ശേഷം മാത്രമേ നമ്മൾക്ക് പൈനാപ്പിൾ പീസസ് ഇട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഷുഗർ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് പൈനാപ്പിൾ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ പൈനാപ്പിൾ ശരിക്കും കുക്കാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പൈനാപ്പിൾ ഷുഗർ സിറപ്പിൽ കുക്കായി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ ഒഴിച്ചു വെച്ച മിക്സ് 3-4 അവേഴ്സിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ടീ കപ്സിൽ ഒഴിച്ചു വെച്ച മിക്സ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് അപ്സൈഡ് ഡൗൺ ആക്കി വെച്ചു. ഇതാണ് Panna Cotta ആക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. Panna Cotta വിത്ത് പൈനാപ്പിൾ ടോപ്പിംഗ്, Panna Cotta വിത്ത് സ്ട്രോബെറി സിറപ്പ്. Panna Cottയ്ക്ക് എപ്പോഴും ഒരു പുളിയുള്ള ടോപ്പിംഗ്സാണ് നല്ലതായിട്ടിരിക്കുക. നിങ്ങൾക്ക് Panna Cotta വിത്ത് മിക്സ്ഡ് ഫ്രൂട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സ്ക്വയർ പീസസ് ആക്കിയും കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റിവ്യൂസ് അയക്കാനും മറക്കരുത്.